ഞാൻ അത് ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടൊരു മുരിങ്ങ ഇല ഉപ്പേരി, ഡ്രം സ്റ്റിക്ക് ലീവ്സ്, അതിൻ്റെ ഉപ്പേരി. ഇത് നല്ലതാണ്, നല്ല BP ഒക്കെ ഇത് നല്ലതാണെന്നാണ് പറയുന്നത്. കുട്ടികളൊക്കെ, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇല കഴിക്കാൻ കഷ്ടപ്പെടുന്ന കുട്ടികളാണ്. ഇതൊക്കെ നല്ലതാണ്. പണ്ടത്തെ ഫുഡാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ ബിഗിനേഴ്സിന് ഉണ്ടാക്കി കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം, നിങ്ങൾ ഏത് എണ്ണയിൽ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കോളൂ. പിന്നെ അതിന് വേണ്ടത് കുറച്ച് അരി, കടലപ്പരിപ്പ്, വെളുത്തുള്ളി, റെഡ് ചില്ലി, പിന്നെ ഉഴുന്നുപരിപ്പ്. അത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ഇട്ടോളൂ. അത് കടിക്കുമ്പോൾ ഒരു രസമായിരിക്കും. ആദ്യം കടായി വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് വറുത്തിട്ട്, ഞാൻ കടുക് വറുത്തിടാറില്ല കേട്ടോ. നിങ്ങൾ കടുക് വറുത്തിടുകയാണെങ്കിൽ ഇട്ടോളൂ. ഞാനിതിൽ വറുത്തിടാറില്ല. ചീരയ്ക്കും മുതിരയ്ക്കും ഇടാറില്ല. ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇട്ടു. ഈ കളറാവുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് ഇടാം. റെഡ് ചില്ലി ഇട്ടു. പിന്നെ നമ്മുടെ ഉഴുന്നുപരിപ്പിട്ടു. സിമ്മിൽ വെക്കും കേട്ടോ, ഓരോന്നായിട്ട് ഇടുന്ന സമയത്ത് കരിയാൻ സാധ്യതയുണ്ട്. ഇട്ടു. പിന്നെ നമ്മുടെ കടലപ്പരിപ്പിട്ടു. കടലപ്പരിപ്പ് ഇട്ട് നന്നായി ഇളക്കി അരിയും ഇടാം. നമ്മുടെ അരിയും ഉണ്ടല്ലോ, അതും ഇടാം. ഓക്കെ, പിന്നെ നമ്മുടെ അരി ഇട്ടു. ഓക്കെ, അരിയിട്ട് അരി ഒന്ന് പൊരിഞ്ഞ് വരണം. അറിയാലോ നിങ്ങൾക്ക്, അരി പൊരിഞ്ഞ് വരുമ്പോഴുള്ള അതിൻ്റെ ഒരു നിറവ്യത്യാസം ഉണ്ടാവും. ഒരു നല്ല വൈറ്റ് വരും. ഇതൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് ടേസ്റ്റ് വരുത്തുന്നത്. അല്ലാതെ ഈ മുരിങ്ങയില അപ്പോൾ അത് കഴിക്കാൻ പറയുമ്പോൾ ആർക്കും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. നമ്മൾ അതിന് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ചേർത്തിട്ട് കുട്ടികളെയൊക്കെ ശീലിപ്പിക്കുക നമ്മൾ കഴിക്കാൻ. അതല്ല പൊരിഞ്ഞു വന്നു. ഞാൻ ഉള്ളി പറഞ്ഞില്ലല്ലോ നിങ്ങളോട്, ഉള്ളി ഒരു പകുതി ഉള്ളി ഇട്ടോളൂ. എന്നാലാണ് ആ ഇലയ്ക്ക് ചെറുതായിട്ടൊരു ടൈപ്പ് ഉണ്ടാവുമല്ലോ. ഇതൊക്കെ കൂടി പിന്നെ തേങ്ങ ഇടണം ലാസ്റ്റ്. അപ്പോഴാണ് ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ ആ ഇലയുടെ ഒരു ടൈപ്പൊന്നും അത്ര അറിയില്ല. ഓക്കെ, അത് കഴിഞ്ഞ് ഒന്നും അധികമായിട്ടുണ്ട് ആവശ്യമൊന്നുമില്ല. ആയിക്കോളും നമ്മുടെ മുതിര. ഓക്കെ, മുതിരയല്ല, മുരിങ്ങ. നമ്മുടെ മുരിങ്ങ ഇട്ടിട്ട്, മുരിങ്ങ ഇല വെച്ചിട്ട് ഇത്തിരി വെള്ളം തെളിച്ചിട്ട് നമുക്ക് സിമ്മിൽ വെച്ചിട്ട് മെല്ലെ മെല്ലെ ഇളക്കി 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 വേഗം അത് താഴും. ചൂടാവുമ്പോൾ തന്നെ ഈ ഇല വാടും. ആ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതിനാവശ്യമുള്ള കുറച്ച് ഉപ്പിട്ടാൽ മതി. ഉപ്പ് അധികം വേണ്ട. അതിനധികം ഇലകൾക്കൊക്കെ നമ്മൾ കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. കുട്ടികൾക്ക് അറിയില്ല. ബിഗിനേഴ്സിനൊക്കെ ഒരു സാധാരണ മറ്റേ കൂട്ടാനിലൊക്കെ ഇടുന്ന മാതിരി ഉപ്പ് നിറയെ ഇടുമ്പോൾ എന്താവും പ്രശ്നം. അപ്പോൾ കണ്ടോ, അപ്പോൾ തന്നെ ചുരുങ്ങി. അപ്പോൾ കുറച്ച് ഉപ്പിടുക, ഇത്തിരി ഇട്ടാൽ മതി. ഇതാ അധികം വേണ്ടേ വേണ്ട. ഉപ്പ് അധികം ആയാലും ഉള്ള ടേസ്റ്റേ പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് അടച്ച് വെക്കാം. ഞാനൊന്ന് വെള്ളം സ്പ്രിങ്കിൾ ചെയ്തിട്ട് അടച്ച് വെക്കാൻ പോകും. സിമ്മിലിട്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായി വെന്തു. നമ്മൾ കുറച്ചൊന്ന് എടുത്ത് നോക്കിയാൽ മതി. വായിലിട്ട് കടിച്ച് നോക്കിയാൽ അറിയാം വെന്തോ ഇല്ലയോ. ഇലകളൊക്കെ അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തേങ്ങയിട്ട ലാസ്റ്റിലിട്ടാൽ മതി കേട്ടോ. തേങ്ങ ഇട്ടിട്ട് വേവിക്കാൻ വെക്കണ്ട. തേങ്ങ വെന്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ലാസ്റ്റിലിട്ടുക. നമ്മൾ ഓഫ് ചെയ്യാം, അടുപ്പ് ഓഫ് ചെയ്യാം. ഇപ്പം നല്ല അടിപൊളി മുതിര ഉപ്പേരി റെഡി. എല്ലാവരും ബിഗിനേഴ്സൊക്കെ നോക്കൂട്ടോ, അതൊക്കെ നല്ലതാണ്. ചിരിയും ഇതേ സെയിമിലും ഉണ്ടാക്കാം. അല്ല, നമ്മൾ വെളുത്തുള്ളിയും ഈ റെഡ് ചില്ലിയും കൂടി മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കാം. ഉള്ളിയും ഇട്ടിട്ട് അല്ല ഇതുമാതിരി ഉണ്ടാക്കാം. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ്. അരിയും കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഒക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ മുരിങ്ങയില ഉപ്പേരി റെഡി.
മുമ്പ് ഞാൻ മുതിര ഉപ്പേരി കാണിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മുരിങ്ങ ഇലയ്ക്ക് മുതിര എന്ന് പറഞ്ഞു പോണത്. ഇത് നമ്മുടെ മുരിങ്ങ ഇല ഉപ്പേരി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.